നേരത്തെ മടുത്തു. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അത്ര ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയില്ല. അടുത്തേൽ പോവാം. താഴേക്ക് ചെല്ലുമ്പോഴാണ് വാക്വം ചെയ്ത് ലിഫ്റ്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ഇത് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇറക്കത്തിലോട്ട് പോകുമ്പോൾ oh my god. Oh my gosh. എവിടെ പട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വിടത്തില്ല. ഇഷ്ടപ്പെട്ടോ? ചെറിയ ഒന്നും മതിയപ്പോരാ. നീ എന്തിനത് പറയണേ? കറക്റ്റ് വ്യൂ ഒക്കെ ആയിട്ട് എടുക്കണ്ട. എടുക്കില്ല പറക്കില്ല. അല്ലല്ല, ക്ലൗഡ് ബെറി പോലെ തോന്നും, പക്ഷെ ഇത് ക്ലൗഡ് ബെറി അല്ല. ഇത് വേറെന്തോ. ഏത് പൂവാ റെയർ ആയിട്ടുള്ള പറിച്ച ഫൈൻ കിട്ടില്ല? ഫൈൻ കിട്ടും, പക്ഷെ ചെയ്യാൻ പാടില്ല. ഏത് പൂവാ? ഈ സിനി വോക്ക്, പുണവോക്ക്, അതുപോലത്തെ കുറെ ടൈപ്പ് വോക്കുകൾ തൊടാൻ എടുക്കാൻ പാടില്ല. അതിനെ പറിക്കാൻ പാടില്ല അല്ലേ? ബാക്കി നമ്മൾ പാടും, പക്ഷെ അത് പാടും, പക്ഷെ അതുകൾ പാടില്ല. അതുകൾ റെയർലി ഉള്ളതാ. കാട്ടില് റെയർ ആയിട്ടുള്ളതാണ്. അതിനൊന്നും പറിച്ച് നശിപ്പിക്കാനൊന്നും പാടില്ല എന്ന്. ഉയ്യോ, അത് വിട്ടപ്പോ എനിക്കിട്ട് ഇപ്പൊ ഒന്ന് കിട്ടിയാന്. ഓടിക്കോ. അങ്ങനെ കാടും വീടും താണ്ടി താൽക്കാലിക ഭവനത്തിലോട്ട് കുടിയേറുകയാണ്. എനിക്ക് ഫ്രണ്ടിലോട്ട് ഇന്നാൻ പറ്റോ? ഇല്ല ചോൺകുട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റേ ഈ കോളീസ് മറ്റേ ഇവരുടെ നല്ല കഞ്ഞിക്ക് വീണ്ടും ഭയങ്കര ഡിമാൻഡ്. ചിക്കു കഞ്ഞി ഗ്ലാസ്സിനകത്തേക്ക് തരുന്നു. ഭയങ്കര ടേസ്റ്റ്. നല്ല അടിപൊളിയല്ലേ? കുക്കറിലിരുന്ന് പാത്രം വേണ്ടായിരുന്നു, ഗ്ലാസ്സിലെടുത്ത് ഇതുപോലെ നല്ല പായസമാണോ? എനിക്ക് കിട്ടോ അമ്മ? കിട്ടോ ഒരു കപ്പ് ഫുഡ് കൊടുക്കോ? വാങ്ങിച്ചു കൂട്ടിയേക്കുന്നത് വീണ്ടും വീണ്ടും. നമുക്ക് പറഞ്ഞാലും പോവാൻ കൊച്ചിന് പൊട്ട് തരാം. ഫുഡ് കഴിച്ചല്ലേ? ഫുഡ് കൊടുത്താ കൊടുക്കാം. ഇത് വെച്ചിട്ടാട്ടോ അവരുണ്ടാക്കുന്നത്. പാൻ കേക്ക് നല്ലായിരുന്നു. I can tell you that this milk comes from the... Is it okay if I take you? Yeah. Oh yeah. The milk comes from near here. Yeah. It goes not too far. Oh, It's really great. local product. Yeah. Oh, Yeah. that's great. Okay. I'm just see how they are making. Yeah. Okay, എൻ്റെ അടി മൊരിഞ്ഞ് കഴിഞ്ഞ് ഒരു മറച്ചിടും. അത് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ ഷടി ഇച്ചിരി കരിയുന്നുണ്ട്.
നമ്മളിപ്പോൾ കഴിച്ച പാൻ കേക്ക്, പിള്ളേർക്ക് പാൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അല്ലെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഫിനിഷ് നല്ല ഏജുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പാൻ കേക്കിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചതാണ് അത് എങ്ങനെയാണ് അവരുടെ റെസിപ്പിയിൽ എന്തൊക്കെ അവർ ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തരുമായിരുന്നത് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഓയിൽ ചേർക്കുകയല്ലോ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ, ഇവർ ഓയിൽ ചേർക്കുമെന്ന് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ. ശരിക്കും വാട്ടർ കൺസിസ്റ്റൻസിയാണ് അതിന്. മുട്ട ചേർക്കുന്നു, പാല് ചേർക്കുന്നു, പിന്നെ പൊടി അല്ല ബട്ടർ അവര് ചുടാൻ നേരത്താ ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവര് മറ്റേ പൊടികൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് പൊടികളാണ്. ഓട്സിൻ്റെ പൊടി ഇടുന്നുണ്ട്, പിന്നെ ഗോതമ്പിൻ്റെ പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് ഷുഗർ ചേർക്കത്തില്ല, സോൾട്ട് മാത്രമാണ് അവർ ചേർക്കുന്നത്. എന്നിട്ട് ഉയ്യൂടാണ് കുഞ്ഞ്, സോൾട്ട് മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് അവർ സ്ട്രോബെറി ഏതെങ്കിലും ബെറി ജാമിൻ്റെ കൂട്ടത്തിലും പിന്നെ ക്രീമും. ഇവർ കൊടുത്തപ്പോൾ ക്രീം കൊടുത്തില്ല, കാരണം പെട്ടെന്ന് മെൽറ്റായി പോകുമല്ലോ അത്. മറ്റേ അല്ലാണ്ട് നല്ലായിരുന്നു. നല്ല നമ്മളിന്ന് ക്യാമ്പിങ്ങിനാണ് പ്ലാൻ ചെയ്യുന്നത്. അമ്മച്ചിന്നൊക്കെ കുട്ടി വിളിക്കോ? കുറച്ച് മുമ്പുള്ള അമ്മച്ചി എന്ന് പറയാൻ കേട്ടു. നല്ലൊരു ചെറിയൊരു ബീച്ച് സൈഡ് പോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ അപ്പുറം നമ്മൾ ഡയപ്പർ മേടിക്കാനാണ് മെയിനായിട്ടും ഷോപ്പിൽ കയറിയത്. ഷോപ്പിൽ കയറി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടൊന്നും മേടിക്കാൻ കയറിയ ഡയപ്പർ മാത്രം മേടിച്ചില്ല. എസക്കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടപ്പോഴാണ് നമ്മളത് ഓർത്തത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇലക്ട്രിക് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകണം അല്ലേ? ഒരാൾക്ക് അതിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ലില്ല. ഓക്കെ, വലിയ തിരക്കില്ല. എന്നെ ജോണിക്കുട്ടി ജോണിക്കുട്ടി ഗ്ലാസ് വർക്ക് തുടങ്ങി അല്ലേ? അപ്പം ഞാൻ പോയിട്ട് ഡയപ്പർ വാങ്ങിച്ചിട്ടാ ജോണിക്കുട്ടി കേട്ടോ. ഇപ്പൊ മോട്ടോർ സൈക്കിൾ കാണാനാ വന്നേ. ആണോ? ഇലക്ട്രിക് സൈക്കിൾ കാണാൻ വേണ്ടിയിട്ടാണോ? ആണോ? സുഖമായിട്ട് പോകാൻ പറ്റണ്ടോ? പൂട്ടി വെക്കണേ, ആരും എടുത്തോണ്ട് പോകാൻ നോക്കണേ. ഡയപ്പർ വേണം, മക്കം പോണോ. ഇച്ചെന്ന് ബിരിയാണിക്കുള്ള സാധനം കൂടെ മേടിച്ചാലോ? ബിരിയാണി ഉണ്ടാക്കണോ രാത്രിയിൽ? രാത്രി ബിരിയാണി ഉണ്ടാക്കണോ? കണ്ടോ ബിരിയാണി എന്ന് പറയുമ്പോഴേക്കും തിരിച്ചിരുന്ന കണ്ടോ, പറന്നു വരുന്നുണ്ട്. ബിരിയാണിക്കുള്ള സാധനം കൂടെ വാങ്ങണോ? ഇഞ്ചി വെളുത്തുള്ളി മല്ലിയൊക്കെ ഇരിപ്പുണ്ട്. ബിരിയാണിക്കുള്ള എന്തെങ്കിലും വാങ്ങണോ? ബർഗർ ഉണ്ടാക്കി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക്, നാളെ ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണിക്കുള്ള ബാക്കി സാധനങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേരാണെങ്കിൽ കളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം അവരുടെ കൊടുത്തിരിക്കാം. എന്നിട്ട് ഈ ചായം വന്നു കഴിയുമ്പം കുക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഫിൻലൻഡിൽ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പ് പോകൽ, ക്യാമ്പിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യം കേട്ടോ. അതായത് എല്ലാ ഫാമിലിയിലും ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ വർക്ക് പ്ലേസിൽ നിന്ന് വരെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പിള്ളേർക്ക് ലീവുള്ള സമയത്ത് പാരൻസ് ലീവ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അങ്ങനെ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്കും തോന്നി. അത്രയും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭയങ്കര അടിപൊളി കാര്യം. നമുക്ക് 2 കൈയും കാലും ഉള്ളപ്പോൾ നമ്മളത് യൂസ് ചെയ്യണം ജോണിക്കുട്ടി. എന്തായാലും കൈ സേഫ് ആയിരുന്നല്ലോ. നീ എങ്ങനെ നടന്നേ ഒന്ന് കാണിച്ചേ. കൈ 2 ബനിയൻ്റെ ഉള്ളിലിട്ട് കൈ ഇല്ലാതെ അതെ കാണിച്ചു തരാൻ പോകുന്നേ. കരണി എന്തിനാ? അത് പോയി റെസ്റ്റ് എടുത്തോ, കാണിക്കണ്ട, പിന്നെ കാണിച്ചാൽ മതി. ഇപ്പൊ കേറില്ല, ഒന്ന് ഓർത്തു നോക്കേ. ചെല്ലോ കൊച്ച്, പോയി കളിച്ചോ, മമ്മ വരുവാ. എനിക്ക് അമ്മ ഒന്ന് ചോദിച്ചോട്ടെ അവരുടെ അടുത്ത ഷോപ്പിലുണ്ടോ. 2 കൈയും ഷർട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ആകാശം നോക്കി കിടന്നു. അവിടെ മുഴുവൻ പാട്ടും പാടിക്കൊണ്ടായിരുന്നു വന്നേ. അതുമില്ല,
അവിടെ ഫുള്ള് വേരുകളല്ലേ, പുള്ളി കണ്ടില്ല താഴെ വേരുള്ളത്, തട്ടി വീണു. തൂത്ത് കൊടുത്തു കേട്ടോ, പാവം തോന്നും. പക്ഷെ എന്നെ ചെയ്യാനും അനുസരിക്കാനൊക്കെ ഇച്ചിരി പാടാ. എന്തോ എൻ്റെ അമ്മച്ചി, ഒത്തിരി വേണ്ട ചക്കി, നമ്മൾ പയ്യെ എടുത്താൽ മതി. എന്നാ പരിപാടി? പരിപാടി എഫ്രൈനെ കൊച്ച് 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 ട്രംബോളീനിയാന്ന് പറഞ്ഞാലും പിള്ളേര് ചാടുന്നതാന്ന് പറഞ്ഞാലും നല്ല. കൊച്ചിനെ എടുത്ത് പിടിക്കുക, കൊച്ചിനെ പിടിക്കുക. ഒരു നേരത്തെ ഒരാൾ അതിൻ്റെ അകത്ത് അഭ്യാസം കാണിക്കാവുള്ളൂ. അത് വേണ്ടായിരുന്നല്ലേ. ആടി തൂങ്ങിയിരുന്ന ചക്കി എന്ന് പറയൂ ചക്കി. എനിക്ക് അവൻ എന്നാ ചെയ്യണേ നോക്കട്ടെ. ഇതെല്ലാം കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പുള്ളിയും തലകുത്താൻ പോവാണോ? ഇങ്ങനെ പൈസ ഇപ്പൊ ചെറിയ കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, ചെറിയ വേവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെ ആണോ? എന്നാ നമ്മള് പറയണ്ടേ മമ്മ? ഓർഗനൈസിങ് ക്വീൻ എന്ന് പറയണോ, സ്റ്റാർ എന്ന് പറയണോ, എന്ത് പറയണം മമ്മ? ക്വീൻ മതിയോ? ഓക്കെ, ഓർഗനൈസിങ് ഫ്രീക്കാടാ. എന്താന്ന് പറഞ്ഞാലും ഐശ്വര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒതുക്കി പറക്കി കയറ്റി വെച്ചിട്ടുണ്ട്. കുട്ടി അവർ ഇത്ര നേരം പുറത്ത് ഭയങ്കര കളിയായിരുന്നു, മറ്റേ നമ്മൾ വെള്ളത്തിലൊക്കെ പോയിട്ട്. പിന്നെ കാറ്റിന് ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എസക്കുട്ടി പിന്നെ പാല് കുടിക്കാനായിട്ട് കയറി വന്ന് അവന് പാല് കൊടുത്ത് കിടത്തി ഉറക്കുന്നു. നല്ല പൊതിഞ്ഞ് കിടത്തിപ്പോൾ നല്ല സുഖമുണ്ട്. ചക്കിയും മാളും അല്ല ജോണിക്കുട്ടിയും ചക്കി അവിടെ എന്നാ പരിപാടി? എടി ഭയങ്കരികളെ, അവര് മറ്റേ നട്ട്സും അതൊക്കെ കഴിക്കുന്നു. പപ്പ ഡയപ്പർ വാങ്ങിയിട്ട് വന്നില്ല അല്ലേ? പപ്പ ഒന്ന് ഫ്രഷ് ആയി ഇവിടെ കടന്നു കഴിയുമ്പം മമ്മ എഴുന്നേക്കും. എന്നിട്ട് മമ്മ നോക്കാം ഫ്രിഡ്ജിനകത്ത്. അതായത് ഇപ്പൊ മമ്മ അതിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുക്കുമല്ലോ കുക്ക് ചെയ്യാൻ നേരത്തെ, അന്നേരം നമുക്ക് വെക്കാനുള്ള സ്ഥലം കിട്ടും. അങ്ങനെ 12 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് എത്തി. ആകെ മൊത്തം 2 ദിവസം ഉണ്ട്. സാധനം വാങ്ങിച്ചുണ്ടല്ലോ ഒരു പരുവെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാണല്ലോ എനിക്ക് നല്ല എക്സസൈസ് ആയി. 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ അല്ല, ആ ഷോപ്പ് വരെ ഉണ്ടല്ലോ 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ ഡെലിവറി ഡ്രൈവർ ആയില്ലേ. അപ്പൊ സൈക്കിൾ കൊണ്ട് കൊടുത്തിട്ട് വരാം. നിങ്ങൾ ബർഗർ ഉണ്ടാക്കി എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് വരാം. കിട്ടൂല്ലെന്നുള്ളതല്ല, ജോണിക്കുട്ടിക്ക് സന്തോഷം. ഇവിടെ നേരെ ഇവിടെ ഫ്രണ്ടില് മണ്ണിലുണ്ട്. ഇതൊരു സൈസ് ഉള്ളതുണ്ട്. സത്യം മറ്റേ നടക്കുമ്പോ അവിടെ പോകുമ്പോ കൊറേ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി മീൻ പിടിക്കാൻ പോവാം. അവിടെ കാണുന്ന ഈ ബോർഡിൽ അതിന്റെ താഴെ ഇത്ര വലിയ മീനുകളും ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ നോക്കാം. ഓക്കെ ചിക്കു, ഞങ്ങൾ പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി ബർഗർ ഉണ്ടാക്കി വെക്കാം കേട്ടോ. കൊണ്ടുവരുന്ന മീനിന്റെ വലിപ്പമൊക്കെ നോക്കട്ടെ. മീൻ കിട്ടാൻ വേണ്ടിട്ടല്ല, അതൊരു സാറ്റിസ്ഫാക്ഷൻ. അത് മീൻ പിടിക്കുന്നവർക്ക് അറിയാം. ശരി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേണ്ട നമുക്കത് നല്ല രസമല്ലേ ഇങ്ങനെ ചൂണ്ടയിട്ടിരിക്കാൻ. കുറച്ച് നേരം മീൻ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ഇപ്പോൾ വീക്കെൻഡ് മറ്റേ ഞാൻ സ്കൂളും കറങ്ങിട്ടും ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ. ജോണിക്കുട്ടി എപ്പോഴും യൂട്യൂബിൽ കാണുന്നത് മീൻ പിടിക്കുന്ന വീഡിയോസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മീൻ പിടിക്കുന്നതാണ്. പക്ഷേ സമയം സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പപ്പയുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചേക്കണം. വാ, ഈ ബീച്ചിൽ ആരുമില്ല, എല്ലാവരും കയറിപ്പോയി നിന്ന്. കുറച്ച് പേര് ആരണ്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. മറ്റേ ഞാനാണെങ്കിൽ ഇവിടെ
ഇവിടെ സ്വിം ചെയ്യാൻ വന്നാണ് കുറച്ച് നേരം കഴിഞ്ഞു. എന്തായാലും നമുക്ക് കുറച്ച് നേരം പിടിച്ചു നോക്കാം. മീനുണ്ടോ ഇവിടെ? മറ്റേ ആ സാധനം ഇല്ലേ മറ്റേ ഷീറ്റിന്ന് അതിന് മേത്തേന്ന് താഴോട്ട് നോക്കുമ്പോ മമ്മ പറഞ്ഞ അത് അഹവനുണ്ടെന്നാ. അഹവൻ പോലത്തെ ജോണിക്കുട്ടിക്ക് നല്ല പെട്ടക്കണ ഇരനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജോണിക്കുട്ടിക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ജോണിക്കുട്ടി താത്തി പിടിക്കോ കേട്ടോ. ഇനി ജോണിക്കുട്ടിക്ക് വല്ലതും കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ. അല്ല കിട്ടേ ഒരാമത്തെ എനിക്ക് മറ്റേ ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മിനിറ്റ്സായേ. അപ്പോഴേക്കും എനിക്ക് ഒറ്റയ്ക്ക് ഒരെണ്ണം വന്നു കടിച്ചിട്ടാണെങ്കിൽ ഞാൻ അതിനെ കണ്ടു. പക്ഷെ അത് ഫുള്ളി വരാൻ ഉള്ള സമയം കിട്ടി. അത് അപ്പോഴേക്കും അത് വിട്ടു. പൊക്കാൻ നേരത്തെ കാടിപ്പോയി. പക്ഷെ നമുക്ക് ഇതിവിടെ മീൻ പിടിക്കുന്ന നല്ല പ്ലേസ് അല്ല. പക്ഷെ പപ്പ നാളെ കഴിഞ്ഞ് പപ്പ പൊക്കി അപ്പം അങ്ങനെ അത്രയും വൈകി പൊക്കണം. അത്ര സ്പീഡിൽ പൊക്കല്ലേ. ജോണിക്കുട്ടിക്ക് അങ്ങനെ ഫസ്റ്റ് കിട്ടി. താഴെയിട്ട് നമുക്ക് വേണ്ട, നമുക്ക് കൊണ്ടുപോകണ്ട. അവർ വീഡിയോ കാണിക്കാം നമുക്ക്. അതിനെ വിട്ടേരെ വിട്ടേരെ വിട്ടേരെ. ജോണിക്കുട്ടി അതേപോലെ പിടുത്തം പിടിച്ചാൽ ചത്തുപോയി. അവരെ കാണിക്കാൻ വേണ്ടി പോകണോ? കുട്ടിക്ക് കിട്ടിയ മീനാണ്. കണ്ടോ? സന്തോഷമായോ? അവിടെ നിർത്തത് കൈ മൊത്താക്കല്ലേ. വിട്. വിട്ട് മീനെ കിട്ടി. 3 മീനെ കിട്ടി. ഇനി മതി കേട്ടോ. ഈ ഒരു ഒറ്റ പ്രാവശ്യമാണ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോട്ടോ. ബർഗർ ബണ്ണ് പുറത്തേക്ക് എടുത്തു. നമുക്ക് ലെറ്റ്യൂസ് ഉണ്ട്, ടൊമാറ്റോസ് ഇടും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അണിയൻസ് യൂസ് ചെയ്യും, പിന്നെ ചീസ് മെൽറ്റാക്കാൻ വയ്ക്കും. പിന്നെ നമുക്ക് ബർഗറിൻ്റെ കറക്റ്റ് പാറ്റി കിട്ടിയില്ല. പക്ഷേ ഇങ്ങനെ മീറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മറ്റേ ഹമ്മൂക്ക് ഉണ്ടാകുന്നായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇതവിടെ കിടക്കുന്നുണ്ടോ ആളുകൾ, അതുപോലെ നമുക്കും വള്ളി കെട്ടിക്കിടക്കായിരുന്നു, അല്ല ഊഞ്ഞാല് കെട്ടിക്കിടക്കായിരുന്നു. മീറ്റ് നമുക്ക് 8 ബർഗറിൻ്റെ ബണ്ണായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീറ്റും അതുപോലെ 8 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ പീസായിട്ട് മാള് ഓർഗനൈസ് ചെയ്ത മാള് റെസ്റ്റ് എടുക്കുക. ഞങ്ങൾ ബർഗർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഓക്കെ. പക്ഷെ എനിക്ക് അത് നീക്കാൻ ഇപ്പം നീക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. മാള് ബേബിയുടെ സൈഡിലിരുന്നു. നമ്മൾ മീറ്റ് ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചു കേട്ടോ. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യണം, പിന്നെ നല്ലതായിട്ട് കുക്കാവുകയും വേണം. കാരണം നമുക്ക് മിൻസ്ഡ് മീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കും കേട്ടോ. കണ്ടിട്ട് നല്ലതായിട്ടിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ പല ടൈപ്പിലുള്ള ബർഗർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതൊക്കെ. അപ്പോൾ ചിലവരിങ്ങനെ റിയൽ മീറ്റിനെ നല്ല അടിച്ച് പാറ്റിയാക്കി അങ്ങനെ ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു അത്. അപ്പം സംഭവം അത്യാവശ്യം കുക്കായി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ, അതായത് ഈ ഓയിലും സംഭവമൊക്കെ, അതിനകത്തേക്ക് നമ്മൾ അണിയൻസ് എല്ലാം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒണിയൻ അതിൻ്റെ അകത്തിട്ടിട്ട് ഒണിയൻ എല്ലാം പറയുമല്ലോ, അതിനകത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കും കേട്ടോ. കാരമലൈസ്ഡ് ഒണിയൻ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ നമ്മൾ ആ അണിയൻസും കൂടി ഇട്ടു കേട്ടോ. അതായത് ആ ഗ്രേവിക്കകത്ത് കിടന്നത് നല്ലതായിട്ട് കാരമലൈസ്ഡ് ആവുന്ന പോലെ ആകട്ടെ എന്ന് വിചാരിച്ചു. ബർഗർ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഫ്രഷായിട്ട് നല്ല ചൂടോടുകൂടി അത് കഴിക്കണമെങ്കിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം ബർഗർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മീറ്റ് കട്ട് ചെയ്ത സൈഡ് മാറ്റി വെജിറ്റബിൾ ഇതിൻ്റെ മേളിലാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സോസ് സംഭവമൊക്കെ ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഈ വെന്ത മീറ്റിൻ്റെ മേളിലേക്ക് നമ്മൾ ചീസ് വെക്കും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അപ്പോഴാണ് ആ ചീസ് ഇങ്ങനെ മെൽറ്റ് ആവത്തുള്ളൂ. എന്നിട്ട് അത് ബർഗറിലോട്ട് വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ കിട്ടുന്നുണ്ടോ? ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. അത് ഇനി ഇച്ചിരി മേയോണൈസ്. ഹലോ, അത് കൈകൊണ്ട് ബോട്ടം സൈഡ് ആട്ടോ നമ്മൾ വെക്കുന്നത്. അതെ, ബോട്ടം സൈഡ് സ്പ്രെഡ് ചെയ്യണ്ടേ. അത് സ്പ്രെഡ് ആയിക്കോളും തന്നെ. ഇനി ഒരു ഇല ഇട്. ഇല. ഓക്കെ, ഗുഡ് ഗേൾ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേത്ത് ചിക്കൻ ഇടണം. അതിൻ്റെ ഒരു ഇതെടുക്കുക. ചിക്കൻ. മമ്മ ഇച്ചിരി സ്ട്രെസ്സിലാണ്, കണ്ടാൽ മനസ്സിലാവും. വാ, ഇനി ഒരു ടൊമാറ്റോ മെത്തഡ്. ടോപ്പല്ല, ഓക്കെ, ടോപ്പ് ഇച്ചിരി ക്ലാരിറ്റി ഇല്ലാതെ പോയി ഗൈസ്. ഓക്കെ, ഇനി പെർഫെക്റ്റ്. ഇനി ഒരു ടോപ്പ് ബണ്ണ്.
ആക്ച്വലി എന്റെ മേത്ത് വന്നിട്ട് വേറെ സോസ് ഇടണം. കെച്ചപ്പ് ആ ഇങ്ങനെ ബേബീസ് മറക്കണത്. ഇതില് അടപ്പിനകത്ത് കെച്ചപ്പ് ഒഴിക്കുക. അതെ, അടപ്പിന്റെ അകത്ത്. പയ്യെ അതെ ചക്കി. കൈ ഇനി മാറ്റ്, കൈ അടച്ചേക്ക്. മാറ്റ്. ദാറ്റ്സ് DIY പെർഫെക്റ്റ് ബർഗർ. അവർ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ബർഗറാണെന്നാണ് പറഞ്ഞത്. ചക്കയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, മാളൂനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്ത് അവരതിൻ്റെ അങ്ങ് രുചി ആസ്വദിച്ച് കഴിക്കണതിൻ്റെ ഇടയ്ക്കാണ് അവർ മാളും ചക്കയും പറയുമായിരുന്നു ജോണിക്കുട്ടിയും പപ്പയും ഫിഷിങ്ങിന് പോയേക്കില്ല. അപ്പോൾ അവർ ചൂടോടെ അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ബർഗർ എടുക്കുവാണ്. എന്നിട്ട് അതും കൊണ്ട് നേരെ അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റുമായിരുന്നു ഇതിന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ, ആദ്യമായിട്ടെന്നല്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പുറത്ത് ഒരുമിച്ച് ചെയ്യുമ്പം അതിനൊരു രുചി കൂടുതലായിരിക്കുമല്ലോ. ഒരു ചിലപ്പോൾ അതിൻ്റെ ആംബിയൻസും അറിയില്ല, പക്ഷേ എന്താണേലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇച്ചിരി കൂടെ കഴിച്ചിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാം. കാരണം എന്തായാലും ഇവരും അത്രയും കൊതിച്ച് ഒരു ബൈറ്റല്ലേ എടുത്തോളൂ, അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അവരെന്തായാലും മീൻ പിടിച്ച് കയ്യിൽ മീനൊക്കെ ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം നമ്മളത് കഴിച്ച് കഴിയുമ്പോഴേക്കും ചൂടൊന്നും അറിയിപ്പോയില്ല, കാരണം ഇതിനകത്തിരിക്കുമല്ലേ. അപ്പം പോകാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ആദ്യം പറഞ്ഞ ഡയലോഗ് പറ, എക്സാക്ട് കാര്യം പറ. അടി ഭയങ്കര ഇത് ബെറ്റർ ദാൻ ഏതെങ്കിലും ബർഗറിനേക്കാളും ബെറ്റർ ആണ്. ഈമീൽ ബർഗറിന്റെ കറക്റ്റ് ടേസ്റ്റ്, പക്ഷെ ബെറ്റർ. അവർ മീൻ പിടിച്ച് കയ്യിലെല്ലാം മീനിൻ്റെ മണവും ചുവയൊക്കെ ആണെങ്കിൽ അവർ കഴിക്കില്ലായിരിക്കും. മാളു, നീ അത് തെന്നി താഴ്ചാടി പോകും. അത് മേളത്തെ പ്ലേറ്റ് അതല്ലെന്ന് നിൻ്റെ കയ്യേ മറ്റേ മീൻ അവരുടെ കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നതാ സോപ്പോ ടിഷ്യൂ പേപ്പർ വെച്ച് അവർക്ക് കഴിക്കാമല്ലോ. 2 പ്ലേറ്റ് ഇല്ലേ മേളത്തെ, അതല്ലേ ബർഗറെല്ലാം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ. ആ മേളത്തെ പ്ലേറ്റ് ഒരു തെന്നിക്കൽ പകുതി ബർഗർ വെള്ളം. മീനുകൾക്കൊക്കെ കുശാല. വലുതിനെ എടുത്താൽ മതി, കുഞ്ഞിനെ എടുക്കല്ലേ. സോറി, കാര്യമൊക്കെ ശരി. നമുക്കറിയേണ്ടത് ഈ ബർഗറിന്റെ ഒരു ടേസ്റ്റ് ആണ്. ആള് ബൈക്കിലോട്ട് വീഴല്ലേ. എടാ അത് കൊത്തട്ടേടാ, അത് കൊത്തിക്കൊണ്ടിരുന്നോളൂ. അത് പപ്പ കഴിക്കണേ. എനിക്ക് കുഞ്ഞിനെ വിടണം, വെടുപ്പാ. ഇങ്ങോട്ട് പോലെ ഇല്ല, ഇമജ വെള്ളത്തിന് അവന് ബർഗർ കണ്ടിട്ട് പോലും അവന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്നാ മീനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്കറിയണം ഞാൻ ഉണ്ടാക്കിയ ബർഗർ എങ്ങനെയുണ്ടെന്ന്. ജോണിക്കുട്ടിക്ക് ഇഷ്ടമായോന്ന് അറിയണം. ടേസ്റ്റ് ഉണ്ടാടാ. എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ബർഗർ ഇതിനു മുമ്പ്? ഇല്ല. നിങ്ങളുടെ പറന്നു പോവോ? ഭയങ്കര ടേസ്റ്റാണോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ ഞാൻ വെച്ചേക്കട്ടെ. ഒന്നും കിളി വരാൻ നോക്കണേ. ഞങ്ങള് കഴിച്ചു തീർന്നില്ല. ഞങ്ങളുടെ മീൻ പോയി. അത് പോയി. അത് അഹ്വനായിരുന്നു. അത് കുറച്ചുകൂടി വലിയ മീനാ പപ്പ. എനിക്ക് അത്ര വലിയ കാര്യല്ലേ ഈ സമയത്ത്. എനിക്ക് ബർഗർ വലിയ കാര്യമല്ല. ഈ സമയത്ത് വലിയ ബർഗർ കാര്യമല്ല. അറ്റ്ലീസ്റ്റ് 5 പിടിച്ചു. ചക്കയും അമ്മയും കൂടെ വരുന്നുണ്ടല്ലോ. എന്തോ കൊണ്ടിരുന്നാണല്ലോ. ബർഗറാണോ? വീണ്ടും ബർഗറാണോ? നമ്മളെ സന്തോഷിപ്പിക്കുമോ? എന്താ പൊന്നേ, അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഒരെണ്ണോട് ചോദിക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു. ഇനി വേണോ? എപ്പോഴും എനിക്ക് സമ്മതം കിട്ടുള്ളൂ. ബർഗർ പറഞ്ഞു പോകണം. അതും പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പിടിച്ചത് ബർഗർ പറക്കാതെ നിങ്ങൾ എല്ലാവരും തിന്നും. ഷെയർ ചെയ്തോ. നിങ്ങൾക്ക് ജ്യൂസ് എടുത്തോ, ഫാൻറ്റ. ഒരു എന്താ
കൂടുതൽ ഇഷ്ടമുള്ള ആളല്ലേ? ആ മിക്സി ആവും കുറച്ച് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് രണ്ടെണ്ണം കഴിച്ചല്ലേ? ഓൾമോസ്റ്റ് രണ്ടെണ്ണം കഴിച്ചു. കാറ്റത്തെല്ലാം പറത്തതുകൊണ്ട് നമ്മൾ പോവാണേ. കാറ്റിന് നല്ല തണുപ്പുണ്ട് അല്ലേ? ഇവിടെ ഇച്ചാരായാലും ബർഗറിന് അങ്ങനെ അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളല്ല, പക്ഷെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് ബർഗർ പോയ വഴി കണ്ടില്ല, ആ തണുപ്പ്. ഞാൻ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ പിള്ളേർക്ക് മീൻ പിടിച്ചാൽ നോക്കിയായിരുന്നു പപ്പേര് ഈ നാളെ ഓർത്തേണ്ടത് എന്താണെന്ന് പോയിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ഞാൻ എനിക്ക് ഇത്ര വിശക്കുന്നുമില്ലല്ലോ. ചായ ഇട്ട് തരാം. ചായ നല്ല കടി വേണം. പഴം ഐഡിയ ഉണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ, സെറ്റാക്കി തരാം. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പോട്ടെ. ഈ മറ്റേ പണ്ടാണെങ്കിൽ എനിക്ക് ഉള്ള മറ്റേ റെഡ് ഒരു മീൻ പിടിച്ചെന്ന സാധനം അതാണെങ്കിൽ പിന്നെ പപ്പയുടെ മറ്റേ ഇത് ചെയ്യണ പപ്പയുടെ ആ വലിയവരുടെ അതാണ് എനിക്ക് ഞാൻ ഓർത്ത് ഇത്ര നാളെ അതാണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് അതാണെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്യാമല്ലോ. സോ അതുകൊണ്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചൊരു നല്ലതായിട്ട് ഫീൽ ചെയ്യുന്ന മറ്റേതാ. രണ്ട് മീൻ കിട്ടിയ സന്തോഷമാണ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനെ കൊണ്ടുവരുമെന്ന് വറുത്ത് തന്നെ. പക്ഷെ ഇവിടെ സൈസ് ഉണ്ട്, കുഞ്ഞാണ് നമ്മൾ പിടിക്കാൻ പാടില്ല. മമ്മീനെ കാണിച്ചു കൊടുത്തത് എന്തിനാ മമ്മ പറഞ്ഞില്ലാത്ത ഒരെണ്ണം എടുത്താല് വറുത്തെടുക്കാന്. അപ്പോഴാണെങ്കിൽ മമ്മ പറഞ്ഞില്ല, സോ ഞാൻ എടുത്തില്ല. സാരമില്ല. അപ്പൊ ഇത് തിളച്ച് കഴിയുമ്പോ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ബോട്ടിൽ ഇതിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പൊ അവന്റെ ഫുഡ് ചൂടായിക്കോളും. നമുക്ക് മറ്റേ മൈക്രോവേവും സംഭവമൊന്നുമില്ല. അപ്പൊ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. ആ ബോട്ടില് ചില്ലിന്റെ ബോട്ടിലാ, പ്ലാസ്റ്റിക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഇത് മുകളിൽ അടച്ചിടത്തില്ലല്ലോ, കുക്ക് ചെയ്തോണ്ട് തുറന്നിട്ടതാ. പുറത്ത് 10 ഡിഗ്രിയാണ്. അവിടെ ഇരുന്ന എന്റെ എരുതി എണ്ണ വെച്ചിട്ട് 2 ബർഗർ ഉണ്ടാക്കി തന്നു. കൊച്ചു കിടന്നുറങ്ങുക, നമുക്ക് കിടന്നുറങ്ങാന്നാ പറയുന്നത്. മീറ്റിന്റെ സ്റ്റേക്കിന്റെ ഇതൊക്കെ വെച്ചിട്ട് കൊച്ചു നല്ല ഉറപ്പാ, നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാം. അതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ. ഓരോ പരിപാടിയായി പോയല്ലോ. ചക്കിക്ക് ഇപ്പോഴാണ് ഫോൺ കൊടുത്തത്. ചക്കി എന്നെ ഫോണിനകത്ത് പരിപാടി ഗെയിം കളിക്കുന്നു. പിന്നെ എനിക്ക് പപ്പയുടെ ഫോണിൽ മറ്റേ ഡുവലിംഗോ ചെയ്യാൻ പറ്റുമോ? എന്തോ എനിക്ക് പപ്പയുടെ ഫോണിൽ ഡുവലിംഗോ ചെയ്യാൻ പറ്റുമോ? അമ്മയും കുഞ്ഞും കിടക്കുന്നു, എനിക്ക് അപ്പന് വിശക്കുന്നു. ഇങ്ങനെ എന്താ ഈ നാട്ടിലെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ബ്രെഡും ഇറച്ചിക്കറി ഇഷ്ടമാണോ? എനിക്ക് എന്താ ഇഷ്ടപ്പെട്ട ആണോ? അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞുതരാം. കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ബ്രെഡ് ഇരിപ്പുണ്ട്, നല്ല മധുരമുള്ള പോകോന്റെ ബ്രെഡ് ഇരിപ്പുണ്ട്. ആ കറി ഇപ്പം ബീഫ് ഞാൻ മറ്റേ ബർഗറിന് വേണ്ടി ഉണ്ടാക്കിയ ചട്ടി സ്റ്റൗവിൽ ഇരിപ്പുണ്ട്. ജസ്റ്റ് ആ ചട്ടി ചൂടാക്കിയിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് മീറ്റ് എടുത്ത് അതിലോട്ടിട്ട് ചൂടാക്കിയാൽ മാത്രം മതി. കഴിച്ചോളാവോ? തന്നാ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. വേണമെങ്കിൽ അത്രമേൽ കൊതി ഉണ്ടെങ്കിൽ പറഞ്ഞു. പിന്നെ നമ്മൾ മുട്ട ഇടുന്നുണ്ട്. ജോണിക്കുട്ടി പറയായിരുന്നു ട്രിപ്പിന് പോകുമ്പോഴാണ് നമ്മൾ ഫുഡിനൊക്കെ ഒത്തിരി എക്സ്പെൻസ് ആക്കുന്നത്, വീട്ടിൽ അത്ര എക്സ്പെൻസീവ് ആക്കുന്നില്ലെന്ന്. പക്ഷെ വീട്ടില് ട്രിപ്പിന് നമുക്ക് ഇങ്ങനെ സ്നാക്സ് കഴിക്കാൻ പറ്റുന്നത് അതാ ഞാൻ പറഞ്ഞതേ. ട്രിപ്പിലെ നമ്മൾ ഈ സ്നാക്സ് കഴിക്കാൻ പറ്റുന്നത് വീട്ടില് ഡിസിപ്ലിൻ ആയിട്ട് കഴിക്കുന്നത് കൊണ്ടാണ്, ഹെൽത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് കഴിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് വീട്ടിലും ഇതുപോലെ എപ്പോഴും സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റൂല. കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ചെയ്തോളൂന്നേ. നമ്മുടെ കുഞ്ഞിച്ചേർക്കൻ നല്ല ഉറക്കമാണല്ലോ, അവൻ എഴുന്നേക്കുന്നില്ല. ഞാൻ എഴുന്നേക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇനിയിപ്പോൾ അവൻ എഴുന്നേക്കുന്നില്ല. എഴുന്നേറ്റ് അവന് ഫുഡ് കൊടുത്തിട്ട് വേണം അടുത്ത ഉറക്കം ഉറപ്പിക്കാൻ. ഇന്ന് അവന് നല്ല ക്ഷീണമുള്ള ദിവസമായിരിക്കും. എത്ര മല എത്ര സ്റ്റെപ്പ് കയറി. എനിക്ക് ഉറപ്പാണേ ഇവരാരും, അതായത് ഇവര് 3 പേരും ഇതുപോലെ നടക്കാനുള്ള ചെറുപ്പത്തിലെ മടിയായിരുന്നു. ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. എല്ലാരും എടുക്കണായിരുന്നു. ഒരു സെക്കൻഡ് മറ്റേ പണ്ട് കുഞ്ഞതായപ്പോ 1 സെക്കൻഡ് നടന്നിട്ട് മമ്മേടെ അതോ പപ്പയുടെ തോളത്ത് കേറുക. ഒരു സ്റ്റെപ്പ് എടുത്ത് ആക്ച്വലി വന്നേനെ എടുത്തു. പക്ഷെ നിങ്ങൾക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ മീറ്റ് ഈ ബ്രെഡോടെ കൂടിയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ പിടിക്കും. എന്നിട്ട് ഒരു മീറ്റ് കണ്ടത് പൈലേക്ക് വെക്കും. എന്നിട്ടുണ്ടല്ലോ കിടക്കാനുള്ള ഒരു സംവിധാനമാണ്. ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ പിള്ളേർക്ക്. ബെഡ്ഷീറ്റ് ഉണ്ട്, അതിന്റെ മുകളിലുണ്ട്. ഇതെടുക്കണേ.
എനിക്ക് റെഡ് പൊട്ട് വേണം. അല്ല ജോൺകുട്ടിയുടെ ബ്ലൂ ആണ്. ഓക്കെ റെഡ്. എല്ലാവർക്കും എന്താ സ്വന്തം ഉണ്ടോ? മാളുവിന് റെഡ്. എന്തിനാ അവൾക്ക് ഏറ്റവും ചൂട് കിട്ടണ? എന്തിനാ അവൾക്ക് ചൂട് കിട്ടണ? നീ അരിയത്ത് കിടന്നു ചക്കി നടക്കി കിടക്കണം. അതും ശരിയാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. കാക്കയാണോ മുത്തേ? ബൈ ബൈ. കാക്ക കണ്ടോണ്ടിരിക്കുക.